ഓ ഇതെന്നാ പോക്കാ പോയത്. പിന്നെ ആശാനെ ഇതിൻ്റെ എൻജിൻ സൗണ്ട് കേട്ടോ, കണ്ടോ ആശാനെ? ഞാൻ പുതിയ വണ്ടി എടുത്തു കേട്ടോ. ഇതെന്നാ വണ്ടിയാടാവേ? ഇതെന്നാ ഓമിനി മുറിച്ചുണ്ടാക്കിയതാണാവേ? ആശാനെ ഇത് ഓമിനി മുറിച്ചുണ്ടാക്കിയതൊന്നുമല്ല, ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള RC ട്രക്കാ. ആശാനെ യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഒന്നും കാണാറില്ലേ? എടാവേ നമുക്കതൊക്കെ കാണാൻ എവിടെയാ സമയം? പിന്നെ നീ ഇത് എവിടെ നിന്നാടാ വാങ്ങിച്ചേ? ഇതിന് എത്ര കാശായി? ആശാനെ ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. 2000 രൂപയ്ക്ക് അടുത്തായി. 2000 രൂപയുടെ വകുപ്പൊക്കെ ഉണ്ടോടാ ഇത്? വകുപ്പുണ്ടോന്നൊന്നും നോക്കിയില്ല ആശാനെ, ഞാനേതായാലും ഇതങ്ങ് വാങ്ങിച്ചു. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള RC ട്രക്കല്ലേ ഇത്. എന്തായാലും സംഭവമൊക്കെ കൊള്ളാം, ഒറിജിനൽ ലുക്കൊക്കെ ഉണ്ട്. ഫ്രണ്ട് ഗ്ലാസ്, ഈ വൈപ്പർ അനങ്ങൂടാവേ? ആശാനെ വൈപ്പർ അനങ്ങത്തൊന്നുമില്ല, അത് വെറുതെ ഡെമോയ്ക്ക് വെച്ചേക്കുന്ന. എടാവേ പിന്നെ ഈ ഫ്രണ്ടിലെ ലൈറ്റ് തെളിയുന്നതാണാവേ? കണ്ടിട്ട് തെളിയുന്ന ലക്ഷണമൊക്കെ ഉണ്ടല്ലോ. പിന്നെ ലൈറ്റൊക്കെ തെളിയും ആശാനെ, ഇത് ബാറ്ററിയിലാണ് ഓടുന്നത്. ഈ താഴെ കാണുന്ന ഈ സ്വിച്ച് അങ്ങ് ഓണാക്കിയാൽ ലൈറ്റ് അങ്ങ് തെളിയും. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഒരു സൗണ്ടും കേട്ട് ലൈറ്റ് അങ്ങ് കിടന്ന് ബ്ലിങ്ക് ചെയ്യുന്നത് കണ്ടോ? ഇതെന്നാടാ കൊച്ചനെ ഈ ലൈറ്റ് കെടുവും തെളിയും ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇതിങ്ങനെയാണോ അതിൻ്റെ സെറ്റപ്പ്? അതാശാനെ ഓണാക്കുമ്പോൾ ഇങ്ങനെയാണ്. എന്നാൽ വെറുതെ ലൈറ്റ് ഓണാക്കി ബാറ്ററി ചാർജ് തീർക്കണ്ട, നീ ഓഫാക്കിയേ. പിന്നെ ഇതിന് നമ്പർ പ്ലേറ്റ് ഒന്നും ഇല്ലടാവേ? എൻ്റെ ആശാനെ നമ്പർ പ്ലേറ്റൊക്കെ ഉള്ളതാണ്, അത് ആമസോൺകാരനെ പറ്റിച്ചു. അവന്മാർ അതിൻ്റെ കൂടെയുള്ള സ്റ്റിക്കറൊന്നും തന്നില്ല. ഈ ഫ്രണ്ടിലെ നമ്പർ പ്ലേറ്റ്, ഈ സൈഡ് മിററിൻ്റെ ഗ്ലാസ് ഇത് കണ്ടോ, ഇവിടെ ഇല്ല. പിന്നെ ഇതിലേ കുറേ സ്റ്റിക്കർ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ ബ്രേക്ക് ലൈറ്റ് ഇൻഡിക്കേറ്റർ, അതിൻ്റെ സ്റ്റിക്കർ, ഇതൊന്നും അവന്മാർ തന്നില്ല ആശാനെ. ഇത് വല്ലാത്ത കൂപ്പിലെ പരിപാടിയായിപ്പോയി. അത് കൊള്ളാം. എന്നാൽ നീ റോഡിലിറങ്ങി ഓടിക്കണ്ട, MVD കണ്ടാൽ പൊക്കുന്നതിനെ. എന്ത് ചെയ്യാൻ ആശാനെ, അതുകൊണ്ടായിരുന്നു കുറച്ചുകൂടെ ലുക്കായേനെ വണ്ടി. അതൊക്കെ പോടാവേ. പിന്നെ ഈ സൈഡ് ഈ ഡോറ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണാവേ? പിന്നെ ഡോറൊക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇത് കണ്ടോ ഡോറടയ്ക്കാൻ പറ്റടാവേ. ഇതിൻ്റെ അകമൊക്കെ ഒന്ന് കണ്ടോട്ടെ. സ്റ്റിയറിങ്, മീറ്റർ, ഗിയർ. ഇത് ഒറിജിനൽ വണ്ടി പോലെ ഉണ്ടല്ലോടാവേ. എന്തായാലും സംഭവം കൊള്ളാം. ഇതിനകത്ത് കയറിയിരുന്ന് ഓടിക്കാൻ തോന്നുന്നു. അതല്ല ആശാനെ ഈ വണ്ടിക്ക് ഇത്ര ഡിമാൻഡ്. എടാവേ പിന്നെ ഇതെന്നാടാവേ ഈ പെട്ടി വെച്ചേക്കുന്നത്? 4 ഉണ്ടല്ലോ. ഇതിനകത്ത് എന്നാടാവേ ഇത്? ഒന്നുമില്ലേ? ഇതിനകത്തൊന്നുമില്ല ആശാനെ, ഇതിയുമ്മ കാലിപ്പെട്ടിയാണ്. ഇവന്മാർ ഈ ബോക്സ് തരുന്നതിന് പകരം ആ സ്റ്റിക്കർ തരുമായിരുന്നെങ്കിൽ കാര്യം ഉണ്ടായിരുന്നു. ഇതിയുമ്മ 3-4 കാലിപ്പെട്ടി തന്നിട്ടുണ്ട്. എന്തായാലും കിട്ടിയതല്ലടാവേ, അവിടെ ഇരിക്കട്ടെ, പല സാധനമൊക്കെ ഇട്ട് വെക്കാം. പിന്നെ ഇതിൻ്റെ വീലൊക്കെ വരെ ഒറിജിനലാണാവേ? നല്ല റബ്ബറല്ലേ? വീലൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഞാൻ വേറെ സംഭവം കാണിച്ചു തരാം. ഇതിൻ്റെ ബാക്കിലോട്ട് നോക്കി. ഇതെന്നാന്ന് മനസ്സിലായ ആശാന? ഇതെന്നാടാവേ ഇത്? DJ വല്ലതും ആണോ? DJ എന്നല്ല ആശാനെ, ഇതാണ് സ്മോക്കോ? അതെന്നാടാവേ ഇത്? ആശാനെ സ്മോക്ക് എന്ന് വെച്ചാൽ പുക. ഇതിനകത്തൂടെ പുക വരും. അതെങ്ങനെയാടാവേ ഇതിനകത്ത് നിന്ന് പുക വരുന്നത്? അതൊക്കെ ഉണ്ട് ആശാനെ, അതൊക്കെ ഞാൻ കുറച്ച് കഴിയുമ്പോൾ കാണിച്ചു തരാം. ആശാൻ നോക്കൂ. ഇത് സംഭവം ഏതായാലും കൊള്ളാം. ഈ സൈഡിലെ ഡോറും ഓപ്പൺ ചെയ്യാം അല്ലേ? പിന്നെ ഇതല്ലേ ഡോർ ഓപ്പൺ ചെയ്തേ? എടാവേ ഈ കാലിപ്പെട്ടിയൊക്കെ ഒന്ന് മാറ്റിക്കേ. ഇതിൻ്റെ ബാക്കിൽ എന്തൊരു സ്ഥലം ഉണ്ടെന്ന് നോക്കട്ടെ. മാറ്റാം ആശാനെ. ഇത്ര സ്പേസ് ഉണ്ടല്ലോടാവേ. വല്ല സാധനമൊക്കെ കയറണമെങ്കിൽ നിന്നെ ഇനി വിളിച്ചാൽ മതി. ഇതിനെന്തോരം വെയിറ്റ് കയറൂടാവേ? ആശാനെ കമ്പനി പറയുന്നത് 2 കിലോയാണ്. ഇവിടെ ഗ്ലാസ് ആണല്ലോടാവേ. അത് പൊട്ടാതിരിക്കാൻ കമ്പിയൊക്കെ കൊടുത്തിട്ടുണ്ടല്ലേ? ഇത് കൊള്ളാം. എടാവേ ഇതിൻ്റെ ബാറ്ററി എവിടെയാടാ ഇടുന്നത്? ബാറ്ററി ഇതിൻ്റെ അടിയിൽ ആശാൻ ഇടുന്നത് കണ്ടോ? ഇതാണ് ഇതിൻ്റെ അടിവശം. ബാറ്ററി ഇടുന്നത് ഇവിടെയാണ്. ഇതിനൊരു സ്ക്രൂ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ സ്ക്രൂ ഒന്ന് ഊരണം. സ്ക്രൂ ഇവിടെ വെച്ചേക്കാം. ഇനി ഇതങ്ങ് ഓപ്പൺ ചെയ്താൽ മതി. കണ്ടോ അവസാന ബാറ്ററി? ഇതാണ് വണ്ടിയുടെ ബാറ്ററി. ലിഥിയം അയൺ ബാറ്ററിയാണേ, 3.7 വോൾട്ട്. ഇതാ റീചാർജബിൾ ബാറ്ററിയാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ബാറ്ററി വന്നേക്കുന്നത് ആശാനെ. ഇങ്ങനെയാണല്ലേ ബാറ്ററി വരുന്നത്? ഇതെങ്ങനെയാടാ ഇത് ചാർജ് ചെയ്യുന്നത്? എങ്ങനെയാടാ? അതൊന്നുമില്ല ആശാനെ, ഇതിവിടെ ഇങ്ങ് വലിച്ചു ഊരി എടുത്താൽ മതി. കണ്ടോ? ഇത്രേ ഉള്ളൂ, സിമ്പിൾ കേസ്. ആശാൻ ഇതാണ് ഇതിൻ്റെ ചാർജിങ് കേബിളേ. അപ്പോൾ ഇതിങ്ങനെ കണക്ട് ചെയ്യുക. എന്നിട്ട് ഇത് വല്ല പവർ ബാങ്കിലോ വല്ലതും കണക്ട് ചെയ്യുക. എന്നിട്ട് ചാർജ് ചെയ്യുമ്പോഴത്തേക്കും ഈ റെഡ് ലൈറ്റ് ഇവിടെ കത്തും. അത് ഓഫ് ആയാൽ എൻ്റെ ചാർജ് കംപ്ലീറ്റ് ആയെന്നാണ്, ഫുള്ളായെന്നർത്ഥം. അത്രയും പണിയുള്ളൂടാവേ.
ആ ഇപ്പം മനസ്സിലായി. അതൊക്കെ പോട്ടെ, ഇനി ഇതെങ്ങനെയാടാ ഇതൊന്ന് ഓടിക്കുന്നത്? അതിനാണ് ആശാനെ ഈ റിമോട്ടുള്ളത്. കണ്ടോ, ഇതാണ് ഇതിൻ്റെ റിമോട്ട്. നമുക്കിതിനകത്ത് ബാറ്ററി ഇടണം. അതിനിവിടെ ഈ സ്ക്രൂ അഴിക്കണം. ഇതിവിടെ ഓപ്പൺ ചെയ്യണം. കണ്ടോ ആശാനെ, 2 നമ്മുടെ ക്ലോക്ക് ബാറ്ററി ആയിട്ടുണ്ട്. അത് ഇവർ തന്നിട്ടില്ല, നമ്മൾ മേടിച്ച് തരണം. പക്ഷേ നമുക്ക് ഈ ബാറ്ററി ഇടാവേ. ഇന്ന് ക്ലോസ് ചെയ്തേക്കാം. കണ്ടോ, ഇവിടെ LED ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നത് കണ്ടോ? റിമോട്ട് വർക്കിംഗ് ആണേ. ആശാനെ നമുക്ക് ഈ ട്രക്ക് ഒന്ന് ഓൺ ചെയ്യണം. ഇതായിട്ട് ആശാനെ ട്രക്ക് ഓൺ ചെയ്യാൻ ഓഫ് ചെയ്യാനുള്ള സ്വിച്ചേ. ഇത് ഇങ്ങോട്ട് ഓൺ, ഇപ്പോൾ ഒരു സൗണ്ടും കേൾക്കും. ഇങ്ങോട്ട് ഓഫ്. ഇപ്പോൾ ഇന്ന് ഓൺ ചെയ്തിട്ടേക്കാം. കണ്ടോ, നമുക്കിനി ഒന്ന് ഓടിച്ച് നോക്കാവേ. ഇതെങ്ങനെയാണ് സംഭവം നോക്കാം. ഇത് റിവേഴ്സ്, ഇത് ഫ്രണ്ടിലേക്ക് ഇതേ പോകുന്നു. ഇത് റിവേഴ്സ്, ഇത് ഫ്രണ്ട്. പിന്നെ ആശാനെ ഇതിൻ്റെ എൻജിൻ സൗണ്ട് കേട്ടോ? കണ്ടോ, എടാ ഇത് പൊളി സാധനമല്ലോടാ. എൻജിൻ സൗണ്ടൊക്കെ ഉണ്ട്. പിന്നെ ആശാനെ ഇതിൻ്റെ വീല് തിരിയും നോക്കൂ. ഫ്രണ്ടിലേക്കാണെങ്കിൽ റൈറ്റ്, ബാക്കിലേക്കാണെങ്കിൽ ലെഫ്റ്റ്. റൈറ്റ്, ലെഫ്റ്റ്. ആശാൻ നേരത്തെ ചോദിച്ച കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ ബാക്കിൽ ഈ സ്മോക്ക് വരുന്നത് അതെങ്ങനെയാണെന്ന് കണ്ടു. അത് നമുക്ക് ഇതൊന്ന് ഓൺ ചെയ്യാം. കണ്ടോ, നീല ലൈറ്റ് ഇവിടെ ബ്ലിങ്ക് ചെയ്യുക. പിന്നെ ഒരു ഡീസൽ ഒഴിക്കാവുന്നൊരു വാൽവ് ഉണ്ടല്ലോ, അത് ഡീസൽ ഒഴിക്കാനല്ല, ഇവിടെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിനുവേണ്ടി അവർ ഇങ്ങനൊരു സംഭവം തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തൂടെ നമ്മൾ വെള്ളം എടുത്തിട്ട് ഈ വാൽവിനകത്ത് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് അടയ്ക്കാം. കുറച്ച് നമ്മൾ ഒഴിച്ചിട്ടുള്ളൂ, നോക്കാം. അപ്പോൾ സംഭവം സെറ്റ്. ഇത് നമ്മുടെ ഈ റിമോട്ടേൽ ഈ സ്വിച്ച് ഉണ്ടല്ലോ, ഇത് ഞെക്കിയാൽ മതി, സ്മോക്ക് വരും. നോക്കൂ. അല്ല എൻ്റെ പൊന്നടാവേ, പുകയും പെട്ടി എല്ലാം കൊണ്ടും ഈ സംഭവം, ഈ ട്രക്ക് അടിപൊളി സാധനം കേട്ടോ, ഒന്നും പറയാനില്ല. പക്ഷേ നമുക്കിനി ഇതിലെ ഒന്ന് ഓടിച്ചു നോക്കാം. ഇവനെ എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ. അപ്പോൾ ആശാനെ കണ്ടില്ലേ നമ്മുടെ RC ട്രക്ക് എങ്ങനെയുണ്ട്? പൊളിയല്ലേ? ഒറ്റ ത്രോട്ടിലങ്ങ് കൊടുക്കുന്ന വണ്ടി അങ്ങ് പറക്കുക. നമുക്ക് സ്പീഡ് കുറയ്ക്കാനോ കൂട്ടാനോ ഒന്നും പറ്റത്തില്ല. പിന്നെ കണ്ടില്ലടാവേ, എൻ്റെ പൊളി ഐറ്റം ആണല്ലോടാവേ. എന്നാ ഒരു സ്പീഡാ. എന്തായാലും കൊള്ളാം. ഇതിന് എന്നാടാവേ ഈ ചാർജിങ് ടൈമൊക്കെ എത്രയാടാവേ ഇതിൻ്റെ? ആശാനെ ഇത് കമ്പനി പറയുന്നത് 2 മണിക്കൂർ കുത്തിയിട്ടാൽ ഒരു 20-25 മിനിറ്റൊക്കെ കിട്ടുമെന്നാണ്. നമുക്കിനി ഓഫ് റോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ചാർജിങ് ടൈം ഒന്ന് നോക്കാം. ഫുൾ ബാറ്ററി ചാർജ് ചെയ്തിട്ടൊന്ന് നോക്കാം. ഓഫ് റോഡ് അതും കൂടെ ഓടിക്കണം. നമ്മുടെ റബ്ബർ തോട്ടത്തിൽ സ്ഥലമുണ്ട്, നീ അങ്ങ് പോരെ, നമുക്ക് പിന്നെ ഒന്ന് ഓടിച്ചു നോക്കാം. അടുത്ത ദിവസം വരാം ആശാനെ. ഇപ്പം ചാർജ് തീർന്ന് കാണും. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് അത് ചെയ്യാം. എന്നാൽ ഇപ്പം ഞാൻ പോയേക്കുവാ. അപ്പം ബൈ ബൈ ആശാനെ, പിന്നെ കാണാം. അപ്പോൾ ശരിടാ, പിന്നെ കാണാം.